5 വർഷമായാലും 5 ദിവസമായാലും 50 വർഷമായാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാവില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള, നമുക്കിങ്ങനെ വേർഷൻ എടുക്കാം, ഇതാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? പറ്റാത്ത കാര്യം എഴുതിയ പുസ്തകമല്ല വേദപുസ്തകം, ശരിയല്ലേ? പറ്റുന്ന കാര്യം മാത്രം എഴുതി പഠിപ്പിച്ച പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റിയാലും ദൈവത്തിന്റെ വചനത്തിന് തെറ്റുപറ്റില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ, ദാറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. പെയിൻഫുൾ ആകാം, പക്ഷെ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സൈക്കോളജി പറയുക? ഇനി സൈക്കോളജിയിലേക്ക് വരാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ കൃത്യമായിട്ടും മാനേജ്മെന്റിൽ, സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്: പ്രിപ്പയർ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അതന്നെയാ വചനം പറയുക. സങ്കീർത്തനം 116:12, കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും. ഒരു മത്സരം നടത്താം. ഇത് എന്റെ എ കാറ്റഗറിയാണ്, ഇത് ബി വിഭാഗമാണ്. ആരാണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുക? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ബൈബിൾ പറയുന്നു കുടുംബങ്ങളെ കുറിച്ച്: കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും എന്ന ഗ്രാറ്റിറ്റ്യൂഡിനൽ ആറ്റിറ്റ്യൂഡിന്റെ, ഇതാണ് സൈക്കോളജി. ഒരു മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴും സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ പാട്ട് പാടുന്നവരും പാട്ട് ആസ്വദിക്കുന്നവരുമായ ഒരുപാട് പേര് കൂടിയുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് പാട്ടുകളൊന്നും പാടാൻ പ്രൊഫഷണലി അറിയില്ലെങ്കിലും ആസ്വദിക്കുന്നവരാണ് എല്ലാവരും, ശരിയല്ലേ? ഒരു ചോദ്യം: ഈ ദൈവത്തിന്റെ വചനഭാഗം കൃത്യമായിട്ടും പറയുന്ന അർത്ഥം വരുന്ന അതിമനോഹരമായ ഒരു പാട്ട് കഴിഞ്ഞ 15 വർഷത്തെ ക്രൈസ്തവ ഗാന മേഖലയിൽ ഏറ്റവും കൂടുതൽ വൈറലായ, ഏറ്റവും കൂടുതൽ പാടി കേട്ട, പതിഞ്ഞ ഒരു പാട്ട് ഏതാണെന്ന് ഇപ്പോൾ മനസ്സിൽ വരുന്നവർ ഒന്ന് പറയുകയോ പാടുകയോ ചെയ്തുകൊള്ളുക. നാനോ കൃത്യമായിട്ടും കം ടു ദ പോയിന്റ്. ഓക്കെ, നമ്മുടെ പണ്ടത്തെ കുഞ്ഞുങ്ങള്, പണ്ട് നമ്മളൊക്കെ കളിച്ചതുപോലെ ഇട്ടൂലിട്ടിട്ട്, സേഫ്റ്റി പിൻ ഇട്ടിട്ട് ഇട്ടൂലി, ശരിയല്ലേ? ചൂട് ചൂട് കളിച്ചിട്ടില്ലേ? തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിലേക്ക് വരുന്ന ഒരു പാട്ട്. ഒത്തിരി പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ കൃത്യമായിട്ടും ഈ അർത്ഥം വരുന്ന ഒരു പാട്ട്. അർത്ഥം ഇതാണ്: സങ്കീർത്തനം 116:12, കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും. അതുമായിട്ട് ബന്ധമുള്ള പാട്ടുകൾ എന്തുമായിക്കോട്ടെ പാടിക്കും, ഞാൻ തിരുത്തിക്കൊള്ളാം. ദൈവസ്നേഹം അതിമനോഹരമായ പാട്ടാണ്, അതല്ല ഈ പാട്ട്. കർത്താവിൽ സന്തോഷം അതിമനോഹരമായ പാട്ടാണ്, പക്ഷെ അതല്ല ഇത്. ഞാൻ വരാം. ഇത്രത്തോളം അതിഗംഭീരമായ പാട്ട്, പക്ഷെ അതല്ല ഇത്. നന്ദിയോടെ ഞാൻ സ്തുതി, വാവ് പാട്ടാണ്, പക്ഷെ അതല്ല ഈ പാട്ട്. ഇനി കൂടുമ്പോൾ പലപ്പോഴും അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് ഒരു ഇൻഫർമേഷൻ ലെവലിൽ തലകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അങ്ങ് പോകുകയാണ് പതിവ്. പക്ഷേ ഈ 2026 അഗാപ്പെ, അൺകണ്ടീഷണൽ ലവ്, ചില കാര്യങ്ങൾ ഫോർമേഷന്റെ ഭാഗമായിട്ട് മാറണം. ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്: മക്കളെ, മാതാപിതാ ഗുരു ദൈവം. അത് 2 തരമുണ്ട്. അർത്ഥതലത്തിൽ മനസ്സിലാക്കാം, ഇൻഫർമേഷനാണ്. പക്ഷെ അത് ഒരു അനുഭവ തലത്തിലേക്ക് മാറുമ്പോഴാണ് വീട്ടിൽ ചെന്ന് വൈകുന്നേരം അപ്പയെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്തുകൊണ്ട് ഒരു ഐ ലവ് യു പറയാൻ പറ്റുക. അത് ഇൻഫർമേഷനിൽ നിന്ന് ഫോർമേഷൻ ആയിട്ട് മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഞാൻ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സദസ്സാണ്. യങ് കപ്പിൾസ് ഉണ്ട്, യങ് പേരൻസ് ഉണ്ട്, ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ചിട്ട് 10 വർഷം, 20 വർഷം, 30 വർഷം, 50 വർഷം ഗോൾഡൻ ജൂബിലി ഒക്കെ ആഘോഷിച്ചവർ പോലും ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിന് കൃത്യമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ മാത്രമേ ഈ മണിക്കൂർ മനോഹരമായിട്ട് മാറുകയുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ തരും. പ്രിയപ്പെട്ട ബ്ലെസ്സാറ് പറഞ്ഞൊരു വാക്ക് ഞാൻ കണ്ടുപിടിക്കുകയാണ്: ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എന്റെ സ്വന്തമല്ല,
മറിച്ച് ചില കാര്യങ്ങൾ അങ്ങ് പറയപ്പെടുകയാണ്. അതുകൊണ്ട് ആ ഒരു വലിയ അനുഗ്രഹം, ബ്ലെസ്സിങ്. സഹോദരൻ മോണിറ്റർ, ഓക്കെ, താങ്ക് യു. ആ ഒരു ബ്ലെസ്സിങ് ഇവിടെയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ പരിപൂർണ കോഓപ്പറേഷൻ, സഹകരണം, സന്തോഷം ഇവിടെ ഉണ്ടാവട്ടെ. ഞാനത് ഏറ്റവും സ്നേഹത്തോടെ തേടുകയാണ്. പ്രിയപ്പെട്ടവരെ, അൺകണ്ടീഷണൽ ലവ്, താങ്ക് യു. അഗാപ്പയുടെ ഒരു വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ജോയ്ഫുൾനെസ്, സന്തോഷമാണ്. എവിടെ സ്നേഹം നിറയുന്നു, അത് കുറച്ചുകൂടി അൺകണ്ടീഷണൽ ദൈവസ്നേഹം നിറയുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. സന്തോഷത്തിനപ്പുറത്ത് ഒരു വാക്കുകൂടിയുണ്ട്, ബിബ്ലിക്കലി പറഞ്ഞാൽ അതൊരു ജോയ്ഫുൾനെസ് ആണ്. സെയിന്റ് പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാറുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ. വീണ്ടും വീണ്ടും പറയുന്നതിൽ എനിക്കൊരു മടുപ്പുമില്ലത്രേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, കുറച്ചുകൂടി ഗെയിം തരാമോ? മോണിറ്റർ കുറച്ചുകൂടി തരാമോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവഹിതം അത് മറ്റൊന്നുമല്ല, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം പ്രീ കോവിഡ്, പോസ്റ്റ് കോവിഡ്, കോവിഡിന് മുൻപ്, കോവിഡിന് ശേഷം, നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് എറയിലാണ്. നമുക്ക് ഒരുപാട് സുഖങ്ങൾ കൂടിയിട്ടുണ്ട്, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ കുടുംബത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സന്തോഷത്തിന്റെ അളവ് അത്ര കണ്ട് കൂടിയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ഈ ഒരു സെഷൻ ഞാൻ ക്ലാസ് എന്നൊരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. അടുത്തിരിക്കുന്ന 2-3 പേരെങ്കിലും നോക്കി നിങ്ങളുടെ അഗാപ്പെ, അൺകണ്ടീഷണൽ ലവിന്റെ ആ വലിയ എക്സ്പ്രഷൻ ഒരു സന്തോഷമായിട്ട് ഒരു പുഞ്ചിരിയിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. അടുത്തിരിക്കുന്ന 2-3 പേര് നോക്കി, പറ്റുമെങ്കിൽ ഒരു കരമൊക്കെ കൊടുത്ത്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ.